ഓഫർ തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സയൻസ് സൊസൈറ്റി വഴി ഇടപാട് നടത്തിയവർക്ക് പണം തിരികെ നൽകുന്നു. കൊച്ചിയിലെ ഓഫീസിൽ നിന്നാണ് പണം നൽകുന്നത്. അനന്തുവുമായി ഇടപാടിന് സയൻസ് സൊസൈറ്റി വസ്തുക്കൾ നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, വിശദാംശങ്ങൾ എന്താണ്? ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിലുള്ള സയൻസ് സൊസൈറ്റി. ഈ സയൻസ് സൊസൈറ്റി കഴിഞ്ഞ മാർച്ച് മുതൽ അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുമായി എൻജിഒയുമായി ചേർന്ന് ഇത്തരത്തിൽ വസ്തുക്കൾ പകുതി വിലയ്ക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത് വലിയ പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം അനന്തുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സയൻസ് സൊസൈറ്റിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇതിന് പിന്നാലെ ഇവിടെ നിന്ന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് എത്തുകയായിരുന്നു. ഉച്ചയോടുകൂടെ ആളുകൾ എത്തി. ഇവിടെ എത്തുന്ന ആളുകൾക്ക് മുഴുവൻ തുകയും ചെക്കായി നൽകുകയാണ് ചെയ്യുന്നത്. 13-ാം തീയതി എന്ന നിലയിട്ട് ചെക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, മാർച്ച് മാസം മുതൽ ഈ അനന്തവുമായി ചേർന്ന ആ സംഘടന എൻജിഒയുമായി ചേർന്ന് സയൻസ് സൊസൈറ്റി വസ്തുക്കൾ നൽകിയിരുന്നു. അതിന് അങ്ങനെ ഇനി ഒരു 76 തവണയാണ് അത്തരത്തിൽ വസ്തുക്കൾ നൽകുകയും ചെയ്തിരുന്നത്. ഏകദേശം 200ഓളം കൂട്ടുകളൊക്കെ ഓരോ ഘട്ടത്തിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ വസ്തുക്കൾ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഇനി മുഴുവനുള്ള ആളുകൾക്കും അവർക്ക് തുക ഉറപ്പായി നൽകുമെന്നുള്ളൊരു കാര്യമാണ് ഈ സൊസൈറ്റി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി 450 പേർക്കാണ് ഇത്തരത്തിൽ പണം ഇനി തിരികെ നൽകാനുള്ളത്. അതിലേറെ കുറെ ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇവർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 200ഓളം പേർ പണം തിരികെ വാങ്ങും. ബാക്കിയുള്ള ആളുകൾ ഈ സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ അത് വസ്തുക്കൾ തന്നെ കിട്ടിയാൽ മതി എന്ന നിലപാട് എടുക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും പണം തിരികെ നൽകാനാണ്, അത് ചെക്കായി തന്നെ ഇന്ന് നൽകാനാണ് ഇപ്പോൾ ഈ സൊസൈറ്റി. ഇതിപ്പോൾ ഈ രാധാകൃഷ്ണന്റെ അടക്കം പങ്ക് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മകന് പങ്കുള്ളൂ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ നിരവധി ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഇതിപ്പോൾ പണമടക്കം നൽകി അല്ലെങ്കിൽ സാധനങ്ങൾ ഈ പറഞ്ഞതനുസരിച്ചുള്ള ഈ വാഹനങ്ങൾ നൽകിയൊക്കെ തന്നെ എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പിന്റെ ഈ ഒരു കേസിൽ നിന്ന് തടിയൂരുക എന്ന രീതിയിലേക്കായിരിക്കുമല്ലോ അല്ലെ ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്? ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നത് എൻ രാധാകൃഷ്ണന്റെ പേര് തന്നെയായിരുന്നു. എൻ രാധാകൃഷ്ണൻ പല ആളുകൾക്കും ഈ ഇടപാടുകളിൽ ഈ സ്കൂട്ടറുകൾ ഉൾപ്പെടെയൊക്കെ നൽകുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ ശേഖരിച്ചിട്ടുണ്ടെന്ന് തുടങ്ങിയ വിവരങ്ങൾ വന്നിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം സമ്മർദ്ദത്തിലാകുകയും ചെയ്യുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എത്രയും വേഗം ഈ തുക തിരികെ നൽകാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സംഘടന ഉറപ്പ് പറയുന്നു, ഇവർക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായും തുക തിരിച്ചു നൽകുമെന്നാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇവിടെ എത്തുന്ന ആളുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രതികരണം, അവരാരും പണം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമില്ല. കാരണം ചെക്കായിട്ടാണെങ്കിൽ 13-ാം തീയതി ചെക്ക് എന്ന നിലയിൽ തന്നെ ഇവർക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു, എൻ രാധാകൃഷ്ണനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അദ്ദേഹം പറയുന്നത്, തനിക്ക് താൻ ഒരു എന്തെങ്കിലും തട്ടിപ്പാണോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണോ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിൽ ഈ സംഘടനയുമായി സഹകരിക്കുന്നത്. ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് സയൻസ് സൊസൈറ്റി ഈ അനന്തവുമായി ചേർന്ന് ഇത്തരത്തിൽ വസ്തുക്കൾ വാങ്ങാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ ഇടപാടുകൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് അത് ഒരു ഘട്ടത്തിൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് ഉണ്ടായത്. അല്ലാതെ ഈ ഇടപാടിലോ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിലോ ഈ സയൻസ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണനോ വ്യക്തിപരമായ ഒരു പങ്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഏറെ ആശ്വാസമായ ഒരു കാര്യം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും ആളുകൾക്ക് പണം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോഴും സയൻസ് സൊസൈറ്റി ഇവിടെ എത്തുന്ന ആളുകൾക്ക് ചെക്ക് നൽകി മടക്കി അയക്കുന്നൊരു അവസ്ഥയാണ് ഉള്ളത്. അതെന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണുള്ളത്. ഇതിപ്പോൾ സിജോ, ഈ സയൻസ് സൊസൈറ്റി വഴി എത്ര ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്? എല്ലാവർക്കും പണം നൽകുക അല്ലെങ്കിൽ ചിലരെങ്കിലും ഈ തങ്ങൾക്ക് ഈ പണം വേണ്ടതില്ല, ഈ കൊടുത്ത പൈസയ്ക്ക് വാഹനങ്ങൾ മതി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ അത്തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് എൻ രാധാകൃഷ്ണനുമായിട്ടോ അല്ലെങ്കിൽ ബിജെപി നേതൃത്വവുമായിട്ടോ അത്ര അടുത്ത ബന്ധമുള്ള ആളുകൾ മാത്രമാണ് അത്തരത്തിൽ പറയുന്നത്. അല്ലാതെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ് ഈ സൊസൈറ്റിയിലൂടെ പണം നൽകിയിട്ടുള്ള പാർട്ടി നേതൃത്വവുമായോ പാർട്ടിയുമായോ അത്ര ബന്ധമില്ലാത്ത ആളുകൾ ആരും തന്നെ പണം ഞങ്ങൾക്ക് ഇനി ഈ സ്കൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ മെഷീനോ വേണം എന്നുള്ള കാര്യം പറയുന്നില്ല.
അവർ പരമാവധി പണം വാങ്ങിക്കൊണ്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. അതേസമയം തന്നെ എന്റെ ആദർശമായിട്ടുള്ള നല്ല ബന്ധമുള്ള ആളുകൾ, പട്ടിപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കേണ്ട എന്നുള്ളത് കൂടി ചിന്തിച്ചുകൊണ്ടാവണം വേഗത്തിൽ പണം വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. അവർ അല്പം കൂടി കാത്തിരിക്കാം, തങ്ങൾ ഈ വസ്തുക്കൾ തന്നെ വാങ്ങാം എന്ന നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ആരോപണം വന്ന സാഹചര്യത്തിൽ ഈ സൊസൈറ്റി തന്നെ നേരിട്ട് ഈ പണം നൽകുന്നു എന്നുള്ളത് പറയുന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിവിടെ എത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് നൽകാനൊരു സാഹചര്യമില്ല എങ്കിൽ പോലും അത് 13-ാം തീയതി ഒരു തീയതി ഇട്ട് ചെക്ക് നൽകി അയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിരവധി ആളുകൾ ഇനിയും ഇവിടെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം 450 ആളുകൾക്കാണ് ഇനിയും ഇത്തരത്തിൽ വസ്തുക്കൾ നൽകാനുള്ളത് എന്നാണ് ഇവിടുന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അവർ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കണ്ണൂരിലും ഈ വയനാട്ടിലെ ദുരന്തബാധിതർ, ഇടുക്കിയിൽ, തിരുവനന്തപുരത്ത് അങ്ങനെ വിവിധ ജില്ലകളിൽ നിരവധി പരാതികളുണ്ട്, കോടികളുടെ തട്ടിപ്പ്. അപ്പോൾ ഈ കൊച്ചിയിൽ മാത്രമായി, ഈ സയൻസ് സൊസൈറ്റിയിൽ മാത്രമായി എത്രയധികം പേർ ഈ സൊസൈറ്റിയിലൂടെ മാത്രം ഈ പണം നൽകി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം എത്ര ആളുകളുടെ പരാതി വന്നിട്ടുണ്ട് സിജോ? ഈ സയൻസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സയൻസ് സൊസൈറ്റി ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മുതലാണ് അനന്തുവിന്റെ NGOയുമായി ചേർന്ന് ഈ സ്കൂട്ടറുകളൊക്കെ നൽകി തുടങ്ങിയിരുന്നത്. അതിൽ 76 തവണ ഇത്തരത്തിൽ ഈവന്റ്സുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ 200ഓളം സ്കൂട്ടറുകൾ ഓരോ തവണയും കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഘട്ടത്തിലും 200 സ്കൂട്ടറുകൾ വീതം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവര് ശരിക്കും ഒരു 1000 അല്ലെങ്കിൽ 2000 ആളുകൾക്ക് ഇതിന്റെ ഒരു സഹായം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഈ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും മറ്റു ഉപകരണങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ആ വാങ്ങിയ ആളുകൾ ഈ സംഘടനയെ കുറിച്ച് കൂടുതൽ ആളുകൾ വീണ്ടും അവരുടെ സുഹൃത്തുക്കളോട് പറയുകയും അങ്ങനെ അവർ വന്ന് നിരവധി ആളുകൾ കൂടി വന്നു. അപ്പോ കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതിന്റെ സഹായം പോകുന്ന അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇവർ പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും ഏറെ മാസങ്ങളായി ഇങ്ങനെ ബൈക്കുകളൊക്കെ ഇവർ പറഞ്ഞ മോഡലല്ല, ആ ബൈക്ക് അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോവുകയും ആ ബൈക്ക് കിട്ടാൻ പറ്റാത്ത സാഹചര്യം, സ്കൂട്ടർ കിട്ടാത്ത സാഹചര്യം വരികയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വസ്തുക്കൾ വരുന്നതിന് ചില ഡിലേ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിലോട്ട് പോയിരിക്കുന്നത്. അതാണ് ഈ സയൻസ് സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം. ഇനി എറണാകുളം ജില്ലയിൽ തന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറവൂരിൽ തന്നെ 2000ഓളം ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ പണം പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടുന്ന കണക്കനുസരിച്ച് ഏകദേശം 1000 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള NGO ഫണ്ട് പണം സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അത് എറണാകുളത്ത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും ഓരോ സ്ഥലങ്ങളിലും ജില്ലകളിൽ നിന്നും ഓരോ പ്രാദേശിക തലത്തിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ തന്നെ നിരവധി കേസുകൾ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇത്രയും ആളുകളുള്ള സാഹചര്യത്തിൽ, പരാതികളുള്ള സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് വിട്ടുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്.